സംഗീതമേ അമരസല്ലാപമേ, സംഗീതമേ അമരസല്ലാപമേ, മണ്ണിലും വിണ്ണിൻ്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമര സല്ലാപമേ. ഒരൊറ്റ ദിവസത്തിനുള്ളിൽ 7-8 ലക്ഷം ആളുകൾ കാണുകയും ആയിരക്കണക്കിന് ആളുകളുടെ ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടിയിട്ട് നമ്മുടെ കോഴിക്കോട് മൂഴിക്കൽ ALF കാർഡ്സിൻ്റെ ഉദ്ഘാടന വേളയിൽ ഷിയാസ് കരീമും താജുക്കയും ഞാനും ഒക്കെ പങ്കെടുത്ത വേദിയിലേക്ക് ഒരു പാട്ട് പാടാൻ അവസരം ചോദിച്ചിട്ട് വന്നിട്ട് പാട്ട് പാടിയിട്ട് കണ്ടു നിന്നവരെയും കേട്ടു നിന്നവരെയും ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ ഈ ഒരു മനുഷ്യനെ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. നമ്മളെ ചങ്കാണ് കോഴിക്കോട് മൂഴിക്കലിൻ്റെ പ്രിയപ്പെട്ട പേര് പറഞ്ഞത്. എൻ്റെ പേര് ചാലപ്പുറത്ത് ധർമ്മരാജൻ. ചാലപ്പുറത്ത് ധർമ്മരാജൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പം എനിക്ക് കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ ALF കാറിൻ്റെ സുഹൃത്തായിട്ടുള്ള ഗഫൂർക്ക മൂപ്പരെ പറ്റി പറഞ്ഞത് ഒട്ടുമിക്ക പരിപാടി സ്ഥലത്ത് വന്നിട്ടും ഒരു പാട്ട് ചാലപ്പുറത്ത് ധർമ്മരാജൻ ചേട്ടൻ ഒരു പാട്ട് പാടിയിരിക്കും. കാരണം അയാൾ പാട്ടുകൾ കേൾക്കാൻ, ഇവരുടെ പാട്ടുകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് കലയെ സ്നേഹിക്കുന്ന ഈ ഒരു കലാകാരനെ എന്താ പറയുക, ഇന്ന് ഒരുപാട് ലോകം മൊത്തമുള്ള മലയാളികൾക്ക് മുന്നിൽ കുറച്ച് ആളുകൾക്കെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ പറ്റിയതിലും ഇദ്ദേഹത്തിന് ഒരു പ്രോത്സാഹനങ്ങൾ കൊടുത്തതിലും ഇന്ന് വൈകിട്ട് വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങൾക്ക് കുറേ അഭിനന്ദനങ്ങൾ കിട്ടുന്നുണ്ട്, അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ട്, കുറേ പൂച്ചെണ്ടുകൾ കിട്ടുന്നുണ്ട്, അവർക്കൊക്കെ തിരിച്ച് നിങ്ങൾ ഒരു നന്ദി പറയണം. അപ്പോൾ മൂപ്പര് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരെ ALF വന്ന് ഇവിടെ വന്ന് മൂപ്പരെ പൊക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ പാട്ട് മൊത്തത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു, അവരോടൊക്കെ പറയാനുണ്ടോ? ഞാൻ ഇതിനെക്കുറിച്ച് അറിയില്ല. ഇന്ന് രാവിലെ ഉച്ചയാകുമ്പോൾ ദുബായിൽ ഒരാൾ എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു. ആ ലിങ്ക് അയച്ച് അപ്പോൾ എന്നിട്ട് ഓൻ പറഞ്ഞ് വാട്സപ്പിൽ പറഞ്ഞ്, ധർമ്മേട്ട അങ്ങനെ ഒരു നിങ്ങൾ ഇതിൽ കണ്ട്, വാട്സപ്പിൽ കണ്ട്, നിങ്ങൾ വൈറലായ ഒരു ഫേസ്ബുക്കിൽ കണ്ട്, അത് ഞാൻ ലിങ്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ലിങ്ക് അയച്ചു തന്നപ്പോൾ എനിക്കത് ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് ഒരു വോയിസ് കൊടുത്ത്, സ്നേഹിതം അങ്ങനെ ഡൗൺലോഡ് ആവുന്നില്ലല്ലോ, എന്താ അതൊക്കെ ആയിക്കോളും, പേടിക്കണ്ടേ, കുറച്ച് വെയിറ്റ് ചെയ്യുന്നതാണ്. കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ സംഭവം ഓക്കെ സന്തോഷമായി. ഞാൻ വൈറലായി. ഞാൻ പേരിലാണ്. ഞാൻ പേരിൽ നിൽക്കാന്ന് എനിക്കെന്നെ അറിയില്ല. ഞാനെങ്ങനെ ഈ നിമിഷം ധന്യമായ ഒരു മുഹൂർത്തം, നമ്മളെല്ലാ ഗുരുക്കന്മാരും ഞാൻ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ആളാണ്. പിന്നെ ഹിന്ദു ആളും ക്രിസ്ത്യാനും മുസ്ലിം, പിന്നെ നമ്മളെ ഓരോന്നിൽ ഹിന്ദുക്കൾ പറഞ്ഞ് ലോകസമസ്ത സുഖിനോ എന്തോ, ഖുറാനിൽ പറഞ്ഞ് ആൾക്കാരും പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന്. ബൈബിളിൽ പറഞ്ഞ് ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ ആൾക്കാരിനെ സ്നേഹിക്കുക. ആ ആൾക്കാരാണ് നിങ്ങളൊക്കെ. എല്ലാവരും, അതായത് കമൻ്റ് ചെയ്ത് ഷെയർ ചെയ്ത കണ്ട കാണികൾക്കൊക്കെ മനുഷ്യൻ എന്ന് പറയുന്ന മതത്തിൽ എന്താ പറയുക വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യന് മൂല്യം നൽകുന്ന, വാല്യൂ നൽകുന്ന, സ്നേഹം നൽകുന്ന ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മൾ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മനസ്സുപോലെ തന്നെയാണ്. വലിയ ഒരു അവസരമായിട്ടാണ് ഈ ഒരു എന്താ പറയുക അവസരത്തെ മൂപ്പർ കാണുന്നത്. എന്തായാലും അതിൻ്റെ ബാക്കി കുറച്ചുകൂടി പാടിയത് എല്ലാവരും ആ പാട്ട് പാടിയപ്പം ഇടയ്ക്ക് വെച്ചിട്ട് ആ പാട്ടിൻ്റെ റൂട്ട് മാറുമല്ലോ. ആ സ്ഥലത്ത് നിങ്ങൾ പരാജയപ്പെടുന്നൊക്കെ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയാണ് നിങ്ങൾ സ്കോർ ചെയ്ത്. അതും കൂടെ പാടി കഴിഞ്ഞപ്പം ഞാൻ കൈയടിക്കണ കണ്ടില്ലേ. കാരണം എൻ്റെ ഉള്ളിൽ നിന്ന്, കാരണം അത്രയും പ്രതീക്ഷിക്കാതെ ഒരാൾ വന്നിട്ട് ഇത്രയും വലിയൊരു പാട്ട് പാടാന്ന് പറയുമ്പം അത് വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കൂടെ പാടാം. സംഗീതമേ സാനിധ പദനി സംഗീതമേ അമരസല്ലാപമേ, സംഗീതമേ സാനിധ പദനി സംഗീതമേ, ദപമഗനി ദപമ സാനിധ പഗരി മഗരി സാനി പദനി സംഗീതമേ, ഗരി മഗരി സനിധ ഗമ പദനി സംഗീതമേ അമരസല്ലാപമേ, തിത്തിക ധരി ഗരി നിഗരി ഗരി ധരി സ നിരി സ നിധ ഗമ പദനി സ പദ മ പ സനി ഗരി ഗ ധനി സ ധ നി ധ സനി രി സ ഗരി സ സ നി സ മഗരി സരി ഗ രി ഗ മ ഗരി നി ധനി ധരി ധനി ധ ധ നി ധ പ മ പ നി ധ പ മ ഗ ഗ മ മ പ
പദ ധനി നിസ സരി രി ഗ ഗമ രി ദ ഗരി രി സ സ നി ദ രി സ സ സ ദ ഗരി രി സ നി ദ ധ നി സ സ നി ദ മ മ മ നി ദ പ മ ഗ ഗ ഗ മ നി ദ പ മ പദ നി സ രി ഗ സ രി സ നി ഗ രി സ നി സ രി സ നി ദ നി സ നി ദ പ ദ ഗ രി സ രി ടി സ നി ദ രി രി നി നി സ നി ദ പ സ നി ദ ദ ടി ദ പ മ ഗ മ പ ദ പ മ പ ദ നി ദ പദ നി സ രി ഗ മ പ ദ ഗ മ പദ പ മ പ ദ നി മ പ ദ നി സ പദ നി സ പദ നി സ രി ഗ രി സ നി സ രി സ നി ദ നി സ നി ദ പദ പദ നി സ രി നി സ രി ഗ ഗ രി സ നി ദ രി സ നി ദ പ ഗ മ പദ നി സംഗീതമേ അമര സല്ലാപമേ സംഗീതമേ അമര സല്ലാപമേ. കോഴിക്കോട് ചെറുവറ്റ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇദ്ദേഹം താമസിക്കുന്നത്. നമ്മൾ മൂപ്പരുടെ ഫാമിലി ഡീറ്റെയിൽ. നമസ്കാരം. എൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഭാര്യയുള്ളൂ. അപ്പോൾ ഭാര്യൻ്റെ പേര് ഷൈലിനി ധർമ്മരാജ് എന്നാണ്. പിന്നെ 2 മക്കളുണ്ട്, നന്ദരാജ്, ഒന്ന് നിതിൻ രാജ്. പിന്നെ ഞാൻ പണ്ടൊക്കെ വെച്ചാൽ സംഗീതത്തിനോട് പിന്നെ വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അന്നത് സാമ്പത്തികമായിട്ട് ഞാൻ പിന്നെ ജോലിക്ക് പോയതിന് ശേഷമാണ് കുറച്ച് സംഗീതം പഠിച്ച് 1 വർഷം 2 മാസമേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ എന്നെ പഠിപ്പിച്ച ഒരു ഗുരുണ്ട്, മാത്തൂർ പി ഹരിഹരയ്യർ. പുള്ളി കോഴിക്കോട് റേഡിയോ സ്റ്റേഷനിലൊക്കെ ശാസ്ത്രീയ സംഗീതമൊക്കെ ആലപിക്കുന്നതാണ്. അപ്പം 1 വർഷം 2 മാസം എന്നൊക്കെ പറഞ്ഞാൽ ഈ സംഗീതത്തിലൊന്നുമില്ല, ഒരു തുള്ളി ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ ഇതിനോട് സംഗീതം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാടിയാണ്. അതുകൊണ്ട് ഞാൻ പ്രാക്ടീസിൽ വരുത്തിയിട്ടാണ് കഠിനാധ്വാനം ഞാൻ ചെയ്തത്. കഠിനാധ്വാനം ചെയ്തതിൻ്റെ പേരിൽ ഒരു റിസൾട്ട് ഇപ്പോൾ 68ാമത്തെ വയസ്സിലാണ് കിട്ടിയത്. അത് ഞാൻ ആരോട് നന്ദി പറഞ്ഞിട്ട് എൻ്റെ അടുത്തിരിക്കുന്ന ആളോട് തന്നെ നന്ദി പറയുന്നു. കാരണം വെച്ചാൽ നമ്മളെ ഉയർത്തെണീറ്റ് ഒരു വേദി തന്ന് എന്നെ ധന്യമാക്കി തന്ന അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഈ സ്ഥാപനത്തിൻ്റെ ALFനും എനിക്ക് അതിയായ കടപ്പാടും സന്തോഷമുണ്ട്. ഒരവസരം ദൈവം തമ്പുരാൻ എനിക്ക് തന്ന് ഞാൻ അപ്രതീക്ഷിതമായിട്ട് കയറിച്ചില്ലാണ് എനിക്കൊരു പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ നമ്മളെച്ചാൽ നോക്കുന്ന ചന്തത്തിലല്ല, ചിന്തയിലാണ് ഓരോ കാര്യം കിടക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ചന്തത്തിൽ ആളെ കണ്ടാൽ ചിലപ്പോൾ അറിയില്ല ഇയാളിഞ്ഞ് എന്താ പാടാൻ പോണത് എന്നൊന്നും അറിയില്ല. അപ്പം പാടി കഴിഞ്ഞപ്പോഴാണ് ഒരു മഴ പെയ്ത് തോർന്നതുപോലെ എനിക്കും അനുഭവപ്പെട്ട്, ഇവർക്ക് ഈ കാണികൾക്കായാലും ഇവിടുത്തെ സംഘാടകരൊക്കെ ആയാലും എല്ലാവർക്കും നല്ലൊരു മഴ പെയ്ത പ്രതിനിധി കിട്ടി. ഏട്ടാ, അതിൽ നമ്മളെ സംബന്ധിച്ച് വെച്ചാൽ നമ്മൾ ഈ സ്റ്റേജിൽ പോവുക, പാട്ട് പാടുക, അല്ല ആളുകളുടെ കൈയടി വാങ്ങുക, ഒരുപാട് വേദികൾ നമ്മൾ കയറി കഴിയുമ്പം നമ്മളടുത്ത് ചാൻസ് വെച്ച് വരുന്നവർക്ക് നമുക്ക് കൊടുക്കാനുള്ള മനസ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം നമ്മൾ അങ്ങനെ വന്ന കലാകാരന്മാരാണ്. അതിൽ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്ത് നിങ്ങൾ പാടുന്നുണ്ട് എന്ന് കണ്ടാൽ പിന്നെ നമ്മളെ കെയർ ഓഫിൽ നമ്മുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഏത് രീതിയിലാണ് പ്രൊമോഷൻ തരാൻ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. അപ്പം ആക്കൂട്ടത്തിൽ നിങ്ങൾ പാടിപ്പോയി, പിന്നെ നമ്മൾ നമ്പർ സംഘടിപ്പിച്ച് നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ഇന്ന് തന്നെ വന്ന്. കാരണം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കലാകാരനെ നമ്മൾ കലാകേരളത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഓരോ വാക്കുകളും നിങ്ങളെ സംബന്ധിച്ച് വലിയ വലിയ അംഗീകാരങ്ങളാണ്. അത് കിട്ടാൻ നമ്മളൊരു കാരണമാവുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നിങ്ങൾ വരാനും കുറേ ആളുകൾ അന്ന് പാടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ചെറിയ 3 വയസ്സായ മോന് വരാമെന്ന് പാടിയിട്ടുണ്ടല്ലേ? നമ്മൾ പാടി കഴിഞ്ഞിട്ടും ആ കുട്ടീനെ കൊണ്ട് നമ്മൾ ഫുള്ള് പാടിച്ച് ഞാൻ അഭിനന്ദനം കൊടുത്തും ചെയ്തു. പുറത്ത് വന്നപ്പോൾ ഒരു പാട്ട് പാടാൻ ധൈര്യം കാണിക്കുന്ന ചിലവരുണ്ട്, ചിലർ വിളിച്ചാൽ വരില്ല. ഇല്ല അങ്ങനെ. അപ്പോൾ നമുക്കൊരു പാട്ടോടെ പാടിയാലോ? പിന്നെ എനിക്ക് ഒന്നുകൂടെ പറയാനുണ്ട്. ഇത് കാരണം വെച്ചാൽ നമ്മളെ ദേശത്ത് എന്നെക്കുറിച്ച് ചില ആൾക്കാർ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് പാട്ട് പാടാൻ അലച്ചാണോ ഇങ്ങനെ എന്നൊക്കെ ചില ഒരു കളിയാക്കുന്ന രൂപത്തിലോ തമാശ രൂപത്തിലാണ് പറയുന്നത്. മനസ്സിൽ തട്ടിയിട്ടാണ് പറയണതെങ്കിലും കാര്യമായിട്ട് പറയാണ്. കഴിവുള്ളവരാണെങ്കിലും കഴിവില്ലാത്തവരാണെങ്കിലും മാക്സിമം നമ്മൾ കളിയാക്കാതിരിക്കുക, അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. മൂപ്പരിപ്പോൾ ഇങ്ങനെ പറയുമ്പം തീർച്ചയായിട്ടും മൂപ്പരുള്ളിൽ ഒരുപാട് വിഷമമുള്ളത് കൊണ്ടാണ്. അതൊക്കെ മാറി കേട്ടോ, ഇനിയിപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. പിന്നെ വേറൊരാൾ പറഞ്ഞു ഇതൊക്കെ ഈ പാട്ടും ചില അമ്പലത്തിലൊക്കെ പാടുന്ന പാട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏത് സദസ്സിലും പാടുന്ന പാട്ടത്. നമ്മൾ ഇന്ന സദസ്സൊന്നുമല്ല, പള്ളിപ്പുറം ആയിക്കോട്ടെ, നമ്മൾ അമ്പലപ്പുറം ആയിക്കോട്ടെ, ഏത് സദസ്സിലും നമുക്ക് കഴിവില്ലാത്ത ആളുകൾക്ക് മറുപടി പറയാതിരിക്കലാണ് ഏറ്റവും നല്ല ധർമ്മേട്ട. ആയിരിക്കും. എന്നാലും നമ്മളെ ഉള്ളിൽ തട്ടുമ്പം ഒരു 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ മലയാളിയാണോ? അല്ലല്ല, നമ്മൾ മലയാളത്തിൻ്റെ ഒരു ഭാഷ ഒരു പാട്ടുകാരന് ഉള്ള ഒരു ഇത് വെച്ചാൽ 100 ആൾക്കാരുണ്ടാവും കൂടെ. കള്ളുടിമാരടുത്ത് 5 പേരുണ്ടാവുള്ളൂ. അപ്പോൾ ധർമ്മേട്ട ഞാൻ പറയുകയാണ്, ധർമ്മേട്ടനെ കളിയാക്കിയവർക്ക് മുന്നിൽ, പരിഹസിച്ചവർക്ക് മുന്നിൽ, ധർമ്മേട്ടൻ്റെ പാട്ടുകൾ കേട്ടിട്ട് ഇതൊക്കെ എന്ത് എന്ന് ചോദിച്ചവർക്ക് മുന്നിൽ ഒരിക്കൽ വേണ്ടിയിട്ടൊരു പാട്ട് നമുക്ക് പാടിയാലോ? നിങ്ങൾക്ക് വേണ്ടി ഒരു തെലുങ്ക് ഗാനം ആലപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ 5-8 ഭാഷയിൽ പാടുന്ന ആളാണ്. എന്തായാലും ഒരു തെലുങ്ക് ആയിക്കോട്ടെ വെച്ചിട്ട്. അത് സർഗത്തിലെ വേറെ വേർഷനാണ്.
സ്വരരാഗംഗാ പ്രവാഹമേ അംഗാത്മസന്ധാനയോഗമേ പ്രാപ്തേ വസന്തേതി കാലികേ പലികേ ഗുഹുകി ദിഗ ഗാനസരസീരുഹമാലിക സ്വരരാഗംഗാ പ്രവാഹമേ ತುಂಡಲ ಲೋಬಲ നിങ്കിതു ഒരു മീനു മേഘം ഇന്നാട്ടിക്ക് മട്ടിൻ പിറായേ മാണിക്യമൈ പോയ സംഗീതരത്നാകരണ విధిచేస కుందాలు పలికే దిగంధాలు పులగిందల పుష్యరాగాలులే మలి సంజదీవాలు కుడిగంధనాదాలు మౌనాక్షరీ గాన వేదాలులే స్వరరాగంగా ప్రవాహమే അംഗാത്മസന്ധാനയോഗമേ പ്രാപ്തി വസന്തേതി കാലികേ പലികേ കുഹുകി ദിഗ ഗാനസരസീരുഹമാലിക സ്വരരാഗംഗാ പ്രവാഹമേ. ചാലപ്പുറത്ത് ധർമ്മരാജൻ്റെ പാട്ടുകൾ നമ്മൾ കേട്ടു, അദ്ദേഹത്തിൻ്റെ സംസാരം നമ്മൾ കേട്ടു. പല സ്ഥലത്തും വേദികളിൽ പാട്ട് പാടാൻ വേണ്ടി കയറി ചെല്ലുമ്പം കളിയാക്കിയവരും പുച്ഛിച്ചവരും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നാട്ടുകാരായിട്ടുള്ള കുറച്ച് ആളുകൾ പരിഹസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ പരിഹസിച്ചവർക്ക് മുന്നിൽ ചാലപ്പുറത്ത് ധർമ്മരാജൻ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട നമ്മുടെ പാട്ടുകാരൻ അവർക്ക് വേണ്ടിയിട്ടും പാട്ട് പാടുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്ക് തന്നത് കല്ലു എന്ന് പറയും. കല്ലു എന്ന് പറയുന്ന ഒരു മിനിറ്റ്. കല്ലു എന്ന് പറയുന്ന ഒരു എന്താ പറയുക സാമൂഹിക പ്രവർത്തകനാണ്. അദ്ദേഹമാണ് ഇന്ന് ഈ ഒരു പരിപാടിയിൽ ഇവിടെ നിൽക്കാനുള്ള ഒരു എന്താ പറയുക കാരണക്കാരനായത്, വികേഷ് കല്ലൂസ്. അപ്പോൾ വികേഷ് ഏട്ടാ, നിങ്ങളാണ് ഇദ്ദേഹത്തെ വീണ്ടും ഒരു ജനങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു കോണ്ടാക്റ്റ് തന്നത്. അതൊരിക്കലും മറക്കില്ല. ഇനി ഒരുപാട് വേദികളിലേക്ക് ഇദ്ദേഹം പാട്ടുകാരനായിട്ട് എത്തട്ടെ, ഒരുപാട് ആൽബങ്ങളിൽ പാടട്ടെ, ഒരുപാട് വേദികൾ പിന്നിടട്ടെ, ഒരുപാട് വലിയ വലിയ അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോ അന്ന് ഷൂട്ട് ചെയ്തത് ജലാൽ മേഘ്നസ് എന്ന് പറയുന്ന എൻ്റെ പേജിൽ എൻ്റെ സുഹൃത്തും പാട്ട് എഴുത്തുകാരനുമായിട്ടുള്ള ഉനൈസ് പൂനൂർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ്. ആ സുഹൃത്തിനാണ് ഞാൻ ഈ ഒരു ക്രെഡിറ്റ് മൊത്തം കൊടുക്കുന്നത്. കാരണം ഇദ്ദേഹത്തെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയ ആ പ്രിയപ്പെട്ട സുഹൃത്തിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത, കമൻറ്റ് ചെയ്ത, ലൈക്ക് ചെയ്ത എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഇനി ചാലപ്പുറത്ത് ധർമ്മരാജേട്ട ഒരു പാട്ടുകൂടെ വേണം. ഒരു മാപ്പിളപ്പാട്ടായാലോ, എരഞ്ഞോളി മൂസൻ്റെ? തീർച്ചയായിട്ടും. മൂസക്കയുടെ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മൂസക്കയുടെ ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ട്. മെഹ്റാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ, മെഹ്റാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ, കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന, കരളിൽ കടക്കുന്ന കരളായി തുടിക്കുന്ന, കുളിരിൽ കുളിക്കുന്ന കാറ്റേ, മെഹ്റാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ. ചാലപ്പുറത്ത് ധർമ്മരാജൻ എന്ന് പറയുന്ന ഈ ഒരു പാട്ടുകാരനെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. ഈ സൗഹൃദം എങ്ങനെ ഉണ്ടാകുന്ന എനിക്കറിയില്ല. അതാണ് നിങ്ങൾക്ക് തന്നെ അതിന് അർഹത എന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ സ്റ്റേജിൽ കയറ്റി ഇപ്പോൾ പാടിപ്പിച്ചതിൽ ഞാൻ ആദ്യം നന്ദി പറഞ്ഞത് ഇദ്ദേഹത്തോടാണ്. ഇദ്ദേഹം വലിയൊരു മനസ്സിൻ്റെ ഉടമയാണെന്ന് എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും ഒരു കലാകാരൻ്റെ ആത്മവിലാപം വളരെ
ഒക്കെ വീഥികൾ ഉണർത്തുന്ന സംഗീതധാരയായിട്ടാണ് പൊഴിക്കുന്നത്. എങ്കിലും ഞാൻ കുറേ സ്ഥലത്ത് ഓരോ പ്രോഗ്രാം ഉണ്ടാവും, ഞാൻ കയറി ചെന്ന് പാടലാണ്. അപ്പോൾ അതൊരു എൻ്റെ ഒരു ഇതാണ്, ഒരു ക്രേസാണത്. അപ്പം ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുക എന്നുള്ള പിന്നെ താജുദ്ദീൻ വടകരൻ്റെ കൂടെ ഒരു അവസരം കിട്ടുകയെന്നാൽ അതിലേറെ ഞാൻ ഇദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മളൊന്നും ഇതിൻ്റെ കാരണക്കാരല്ല. പടച്ചോൻ്റെ തീരുമാനങ്ങളിൽ നിർബന്ധമായിട്ട് നടക്കാൻ സാധ്യതയുള്ളൊരു വിഷയം നടന്നു. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ഉദ്ഘാടനം കഴിഞ്ഞപ്പം 2 മക്കൾ അമ്മനെ കൊണ്ടാണ് ഉദ്ഘാടനം കഴിപ്പിച്ചത്. അപ്പം ഞാനും അതേമാതിരി എൻ്റെ അമ്മനോടാണ് കൂടുതൽ ഇഷ്ടം. എൻ്റെ അമ്മൻ്റെ കൂടെ പലതവണ ഞാൻ എനിക്ക് ഉറങ്ങിയിട്ടുണ്ട്. എത്ര 58 എനിക്കിപ്പോൾ 68 വയസ്സായി. 58 വയസ്സിൽ ഞാൻ ലീവിന് വരുമ്പോൾ എൻ്റെ അമ്മൻ്റെ കൂടെ ഞാൻ കിടക്കാറ്. അമ്മൻ്റെ കാലടിൻ്റെ അടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞത്. സംഭവം വളരെ ശരിയാണ്. ഈ 2 മക്കളോട് ഞാൻ പറഞ്ഞപ്പം ഒരുപാട് ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ആ വാക്ക് പറയുമ്പം എന്താണെന്നറിയില്ല, ഒരു സ്പാർക്ക്, ഒരു കറണ്ട് അടിക്കുന്ന പോലെ. ഈ ALF കാർസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പിന്നെ ഗഫൂർക്കയാണ്. അതിൽ എൻ്റെ സുഹൃത്ത് പിന്നെ അൽതാഫ് ക, അവരുടെ അനിയൻ ഫഹദ്, അവരുടെ 2 പേരുടെയും ഉമ്മയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആ ഒരു കാഴ്ച വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. എന്തായാലും ഇദ്ദേഹത്തെ കണ്ടെത്താൻ കാരണക്കാരായിട്ടുള്ള ഇദ്ദേഹം ഒരു പാട്ടുകാരനാണ് എന്ന് പുറംലോകത്തെ അറിയിക്കാൻ കാരണമായിട്ട് വന്നിട്ടുള്ളത് ALF കാർഡ്സിൻ്റെ ഇനോഗ്രേഷൻ വേദിയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം, നന്ദിയും കടപ്പാടും. നമ്മളൊക്കെ ഇതിലൊരു കാരണക്കാരായെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം പടച്ചവൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ സഹായമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം പറയുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റേജിൽ ഒരു അനൗൺസ്മെൻറ്റ് വരട്ടെ. അടുത്ത ഗാനം ആലപിക്കാൻ ചാലപ്പുറത്ത് ധർമ്മജനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ധർമ്മരാജനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ കാസറ്റുകളുടെ CD-കളുടെ ലേബിളിൽ യൂട്യൂബിലൊക്കെ ഈ ഒരു പേര് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, എപ്പോഴും നന്മകളുണ്ടാവട്ടെ, ഒരുപാട് അവസരങ്ങളുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു.